ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങൾ. അവസാന വിധി. ക്രിസ്തുവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, തപസ്സുകാലം ആദ്യത്തെ തിങ്കളാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ മനുഷ്യൻ്റെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുന്ന തപസ്സുകാല വായനകളുടെ സ്വഭാവത്തിലൂടെ തന്നെയാണ് നാം ഇന്നത്തെ വായനകളും ദർശിക്കുന്നത്. ഒന്നാം വായനയിൽ ലേവ്യരുടെ പുസ്തകത്തിൽ മോശയോട് കർത്താവ് അരുളി ചെയ്യുന്നത് ഇസ്രായേൽ ജനത്തോട് പരിശുദ്ധരായിരിക്കുവാനാണ്. അതിനുവേണ്ടി തിരഞ്ഞെടുക്കേണ്ട മാർഗം സഹോദരങ്ങളിലൂടെയുള്ള, മനുഷ്യരിലൂടെയുള്ള മാർഗമാണ്. മനുഷ്യരെ വേദനിപ്പിക്കാതെയും സഹോദരങ്ങളോട് കരുണ കാണിച്ചും നീതിയുക്തമായും കടന്നു പോകേണ്ട വലിയൊരു വിളിയെ അവിടെ നിന്ന് ഓർമ്മിപ്പിക്കുന്നു. സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോഴും വിഭിന്നമായ ഒരു തലത്തിലൂടെയല്ല സുവിശേഷം കടന്നു പോവുക. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 46 വരെയുള്ള തിരുവചന ഭാഗത്തിൽ മനുഷ്യപുത്രൻ വരുമ്പോൾ ചെമ്മരിയാടിൽ നിന്ന് കോലാടുകളെ എന്ന പോലെ നന്മയും തിന്മയും തമ്മിൽ വേർതിരിക്കുമെന്ന് അവിടെ നിന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നന്മയും തിന്മയും തമ്മിലുള്ള അന്തരത്തെ നമുക്കിവിടെ ദർശിക്കാവുന്നതുമാണ്. ഇസ്രായേലിൻ്റെ രീതികളിൽ ഒരു മേച്ചിൽപ്പുറത്തു നിന്ന് മറ്റൊരു മേച്ചിൽപ്പുറത്തേക്ക് ആടുകളുമായി ഇടയന്മാർ യാത്ര ചെയ്യുമ്പോൾ ചെമ്മരിയാടുകളും കോലാടുകളെയും വേർതിരിച്ചാണ് കൊണ്ടുപോവുക. അവരുടെ നിറങ്ങൾ തമ്മിൽ വരെ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരു വേർതിരിവ് നന്മയും തിന്മയും തമ്മിൽ ഉണ്ടാകുമെന്ന് അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവിടുന്നോട് പറയുന്നത് ഇപ്രകാരമാണ്: എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു; എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു; ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു; ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു; ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു; ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്തു വന്നു. മനുഷ്യരോട് നാം പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തികളൊക്കെയും ദൈവത്തോട് തന്നെയുള്ള വലിയ നന്മകളായി മാറ്റപ്പെടുന്നുവെന്ന് അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ വിശക്കുന്നവന് അന്നം കൊടുക്കാതെയും ദാഹിക്കുന്നവന് ജലം കൊടുക്കാതെയും പരദേശിയെ വിസ്മരിച്ചും നഗ്നനായവനെ കണ്ടില്ലെന്ന് നടിച്ചും രോഗികളെ മറന്നുകളഞ്ഞുമൊക്കെ കടന്നു പോകുമ്പോൾ തിന്മയിലേക്കുള്ള വാതായനങ്ങൾ തുറന്നിടുകയാണ് എന്ന് നാമും മറന്നു പോകുന്നുണ്ടോ? ഒരുപക്ഷെ ഇന്നത്തെ സുവിശേഷത്തിലൂടെ ദൈവത്തിൻ്റെ വലിയൊരു കരച്ചിലിനെ കണ്ടുമുട്ടേണ്ടതുണ്ട്. അവിടുന്ന് നല്ല മനുഷ്യർക്ക് വേണ്ടി, പരിശുദ്ധിയുള്ള മനുഷ്യർക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ദൈവമാണ്. കരുണയോടുകൂടെ മനുഷ്യൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവിടുന്ന് പറയുന്നതും മനുഷ്യരിലൂടെ, സഹോദരങ്ങളിലൂടെ എന്നിൽ, ക്രിസ്തുവിൽ എത്തിച്ചേരുക എന്ന വലിയ പാഠം തന്നെയാണ്. ഒരുപക്ഷെ തപസ്സുകാല ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാവുന്ന വലിയ ചോദ്യം ഇത് തന്നെയാണ്: എൻ്റെ സഹോദരങ്ങളെ മറന്നുകൊണ്ട് ക്രിസ്തുവിനോട് അടുക്കുവാനാണോ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അത് അത്രയങ്ങ് പ്രായോഗികമല്ല എന്ന് സുവിശേഷം നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളിലൂടെ മാത്രമേ ക്രിസ്തുവിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ക്രിസ്തുവിനെ അനുഭവിച്ചവന് സഹോദരങ്ങളെ മറന്നു കളയുക സാധ്യമല്ല എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. മഹാനായ വിശുദ്ധ ലിയോ മാർപ്പാപ്പ പറയുന്നത് ഇപ്രകാരമാണ്: സ്വർഗരാജ്യത്തിൻ്റെ വില വിശക്കുന്നവർക്ക് നീ നൽകുന്ന ഭക്ഷണമാണ്. ഈ വിശപ്പ് എന്തുമാകാം. രോഗത്തിൽ സന്ദർശിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന വിശപ്പാകാം. ദാഹത്തിൽ ആരെങ്കിലും കുടിക്കാൻ നൽകിയിരുന്നുവെങ്കിൽ എന്ന വിശപ്പാകാം. സ്നേഹത്തിന് വേണ്ടിയോ കരുതലിന് വേണ്ടിയോ സംസാരിക്കുന്നതിനും കേൾക്കുന്നതിന് വേണ്ടിയുമൊക്കെയുള്ള വിശപ്പാകാം. സഹോദരങ്ങളിലൂടെ ക്രിസ്തുവിൽ എത്തിച്ചേരുവാൻ ദൈവം നമ്മെയും ക്ഷണിക്കുന്നു. ആ ക്ഷണത്തിനോട് അതേ എന്ന് പറയുവാൻ നമുക്കും സാധിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.